പെയിൻറ്റിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പെയിൻറ് എത്തിയിട്ടുണ്ട്. അരുണ നോക്ക്, കുറച്ച് പെയിൻറ്, ഏകദേശം 10,000-ൻ്റെ പെയിൻറ് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമോ? ആരോ ഫോൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഏതൊക്കെ പെയിൻറ്റാണ് യൂസ് ചെയ്യലെന്നുള്ളതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് 3D ഗോൾഡാണ്. അതൊന്ന് സൈലൻ്റ് ആക്കി വെക്ക്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പില്ലാതെ ഇങ്ങനെ കോഡ് വന്നുകൊണ്ടിരിക്കും. ഇത് 3D ഗോൾഡ് കേട്ടോ. 3D ഗോൾഡ് 1 2 3 4 5 6 7 8 9 10 ബോക്സ് മേടിച്ച്. ഇനി ഇത് ഗ്ലാസ് ലൈനറാണ്, വരയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ 3 5 ഇതിലൊന്നിൽ 3 എണ്ണം കേട്ടോ ഉണ്ടാവുക. 1 3 എണ്ണം, ഇതിലൊന്നിൽ 10 എണ്ണം ഉണ്ടാവുക. ഏകദേശം എനിക്കൊരു 10 ഫോട്ടോക്ക് ഉള്ളത് ഉണ്ട്. 10 ഫോട്ടോക്ക് ഏകദേശം ഒരു 10,000 രൂപയുടെ പെയിൻ്റ് ആവും എനിക്ക്. ഒരു ഫോട്ടോക്ക് 1000 ആ ഒരു റേഞ്ചിൽ വരും. 1000 ആയിരിക്കില്ല, 1000-ൻ്റെ പുറത്തിൻ്റെ 1000 ആ റേഞ്ച് തന്നെ ആയിരിക്കും. അപ്പോൾ അത് 6 6 4 10. പിന്നെ ഇത് സ്കിൻ കളറാണ്. ഇതിൽ 15 എണ്ണമാണ്. ഇത് 15 എണ്ണമാണ്. ഇത് ലെമൺ യെല്ലോ. ഇതും 15 എണ്ണമാണ് വരിക ബോക്സിനകത്ത്. പിന്നെ വരുന്നത് ബ്ലാക്ക്. പ്രാവശ്യം ഞാൻ വൈറ്റ് മേടിച്ചില്ല കേട്ടോ. വൈറ്റ് ഇവിടെ 3 ബോക്സ് ഇവിടെ ബാലൻസ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഞാൻ മേടിച്ചില്ല. ബ്ലാക്കും 15 എണ്ണമാണുള്ളത്. ഒന്ന് ചിന്തിച്ച് നോക്കണേ. ഇതൊക്കെ ഒരു 10 ഫോട്ടോക്ക് 10 എണ്ണത്തിന് തികയെന്ന് വിചാരിക്കുന്നു. 10,000 രൂപ ആ ഒരു റേഞ്ചിലൊന്നും എനിക്ക് തോന്നുന്നത് എനിക്ക് മേടിക്കാൻ ഇപ്പം ഞാൻ ഒരുമിച്ച് മേടിച്ച് വെക്കാറില്ല. ഒന്നാമത് കാലാവസ്ഥ അങ്ങനെയാണല്ലോ. ഇതും 15 എണ്ണം. എന്താ വെച്ചാൽ ചിലപ്പോൾ തണുപ്പായിരിക്കും, ചിലപ്പോൾ ചൂടായിരിക്കും. അപ്പം അത് ഭയങ്കര ബാധിക്കും. ഇത് വയലറ്റിന് കളർ മാറ്റമുണ്ടോ? ഇതിലും 15 എണ്ണമാണ് ഉണ്ടാവുക. ഇത് മെറ്റാലിക് ഗോൾഡ്. ഇത് കുറച്ച് പ്രൈസ് കൂടുതലുള്ള സാധനം കേട്ടോ. പ്രൈസ് കൂടുതലെന്ന് വെച്ചാൽ ഇതിന്മേൽ 25 രൂപ തന്നെയാണുള്ളത്. പക്ഷേ ആ ഒരു എനിക്ക് ഹോൾസെയിൽ പ്രൈസാണ് കിട്ടുക. എല്ലാത്തിൻ്റെ മുകളിൽ 25 കേട്ടോ. പക്ഷേ ഇതിന് എനിക്കങ്ങനെ ഹോൾസെയിൽ വലിങ്ങനെ തരൂല. അത് നല്ല ഇതാ. പിന്നെ ഇത് ഗ്രീനാണ്. ഗ്രീൻ കളറാണ്. അയ്യോ, അത് കട്ട കെട്ടിയതാണല്ലോ. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇതെനിക്ക് പണിയായി. തിരിച്ചു റിട്ടേൺ കൊടുക്കേണ്ടതാണ്. കട്ട കെട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, അവർ തിരിച്ച് റിട്ടേൺ എടുക്കും. ഒരു ബോക്സ് എനിക്ക് പണി തന്ന ബോക്സ്. അത് തുറക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇത് സ്കൈ ബ്ലൂ കളറ്. മൂടി അടിയില്ല. ഇത് കുഴപ്പമില്ല, എന്നാലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലൊന്നും സാധനം തന്നെ ഇല്ലല്ലോ. വളരെ കുറവാണല്ലോ ക്വാണ്ടിറ്റി.
ക്വാണ്ടിറ്റി കുറവ്, അതെന്താണെന്ന് എനിക്കറിയാം. ഇതും നമുക്ക് തിരിച്ചയക്കാം. ഇനി വരുന്നത് റോസ് കളറ്, ലൈറ്റ് റോസ്. ഇതും തുറക്കാൻ പാടാണ്. ഇതിന് തുറക്കാനില്ല. ഇതിലൊന്ന് ഗ്രീന്, അല്ല വയലറ്റ്, ഗ്രീന്. ഇവരിത് എവിടെ നോക്കിയിട്ടാണ് ചെക്ക് ചെയ്തിട്ടത്? അതും മെറ്റാലിക് ആണല്ലോ. ഒരു ബോക്സിൻ്റെ അകത്ത് വേറെ കളറും ഉണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യാണ്ട് എന്താ വിട്ടേ? ഈ അതൊക്കെ കട്ട പിടിച്ചതാ. സമയം എന്തായാലും ദിബിൻ ഒരു ഹായ് അയക്കി. പ്രാവശ്യത്തൊക്കെ പോക്കാണ്. അപ്പോൾ 3 ബോക്സ് ഇത് ഈ ഒരു ചെക്ക് ചെയ്യൽ ആണ്. ഇതും കട്ട കിട്ടിയത്. അപ്പം 3 ബോക്സ് ഇപ്പം തിരിച്ച് റിട്ടേൺ കൊടുക്കാനുള്ളതാണ്. ബാക്കിയുള്ള ബോക്സൊക്കെ ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും സിൽവർ അല്ല കേട്ടോ. ഇനി എന്താ പറഞ്ഞേ? അതല്ലടോ, ഇതിൽ 3 ബോക്സ് മാറ്റേണ്ടിയുണ്ട്. കട്ട പിടിച്ച് ഓനോട് പറ പിങ്കും സ്കൈ ബ്ലൂവും ഗ്രീനും കട്ട കെട്ടിയതാണെന്ന്. അപ്പോൾ ഗൈസ് 3 ബോക്സ് എനിക്ക് പണി തന്നു. ഇനിയിപ്പോൾ ഇത് മാറ്റാനായിട്ട് നാളെ വേറെ പോകണം. അത് വല്ലാത്തൊരു ഗ്രീനും സ്കൈ ബ്ലൂവും പിങ്കും ഹലോ. എടാ 913 905 എടാ 905 പറ്റ. അതിൽ ക്വാണ്ടിറ്റി തന്നെ അല്ല. 911 ഈ പിന്നെ 913 ഉണ്ടല്ലോ, ഫുള്ള് കട്ട കെട്ടിയതാണ്. ഇത് 3 ഒന്ന് നാളേക്കൊന്ന് റെഡി ആക്കണേ. 3 ഐറ്റം 913 911 അതെത്രയാ? 905 ഈ 3 ബോക്സ്. ശരിയടാ, അതിൽ ക്വാണ്ടിറ്റി കുറവാ. അപ്പോൾ ഇങ്ങനെയാണ് പെയിൻറ്റിന് പറയാ, അല്ലാതെ പെയിൻറ്റിൻ്റെ കളറല്ല കേട്ടോ പറയാ. ഇതിന്മേലൊരു നമ്പർ ഉണ്ട്. ഈ നമ്പറാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് കാണിച്ചു തരാം. ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കാര്യമില്ല. 283 എന്ന് പറയും. ഇത് പലർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് ഞാൻ ഉപയോഗിക്കുന്ന കളറ്. ബ്ലാക്ക് പിന്നെ എല്ലാം 0.16 ആണ് ഉണ്ടാവാറ്. അല്ല, പിന്നെ യമൺ യെല്ലോ 236. അങ്ങനെ ഓരോന്നിനും ഓരോരോ നമ്പറാണുള്ളത്. ആ നമ്പർ അനുസരിച്ച് വേണം നമ്മൾ സാധനങ്ങൾ എടുക്കാൻ. അപ്പം ഇതൊന്നും എനിക്ക് ഇഷ്യൂസ് ഉള്ള കാര്യമല്ല. എനിക്ക് ഈ ഒരു കാര്യത്തിലെ ഇഷ്യൂസ് ഉള്ളത് 3 മാറ്റി വെക്ക്. അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പെയിൻ്റൊക്കെ നിങ്ങൾ കണ്ടോന്ന് വിചാരിക്കുന്നു. ഇത്തരം പെയിൻറ്റുകളാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ അല്ല, ഇതിന് പറ്റ ക്വാണ്ടിറ്റി കുറവാണ്. നമ്മൾ ഡ്രസ്സിൽ യൂസ് ചെയ്യുന്ന പെയിൻ്റായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കളറ് മങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഈ നമ്മൾ എന്ന് പറയുന്നത് അത് ഫുള്ള് കട്ട കിട്ടിയതാണ്. നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കൂടെ വേറെ ആരോ ഉണ്ട്. നമ്മുടെ ഭാഷയാണ് കേട്ടോ അത്. ആവും പറഞ്ഞുതരാം. എന്നിട്ട് ഇത് ഡ്രസ്സിൽ യൂസ് ചെയ്യുന്ന പെയിൻ്റാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരുവിധം ഡ്രസ്സിലൊക്കെ നിങ്ങൾ പെയിൻറ്റ് കാണാറ്.
ആ ഒരു വിഷയം കൊണ്ടാണ്. അതിൽ വേറെ മിക്സ് ആയിരിക്കുമോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് പരദൂഷണം. ഓക്കെ, പരദൂഷണം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. എൻ്റെ വീഡിയോ പലരിലേക്കും എത്താൻ ലേറ്റ് ആവുന്നു എന്നുള്ള പരാതി പറയുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു ബെൽ ബട്ടൺ കാണാം, അത് അടിച്ചങ്ങ് പൊട്ടിച്ചാളി, ഞെക്കങ്ങ് കുത്തിക്കാളി കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുള്ളൂ. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ബെല്ലൈക്കൺ അമർത്തിക്കോ എന്നുള്ളത് ഒന്നൊന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് അപ്പം അപ്ലോഡ് ചെയ്യുന്നത് കാണാം. ഇത് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ്. അതൊന്നും തൊടണ്ട, അവിടെ വെച്ചേ. കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടതെന്നും പറഞ്ഞ് അതിന് അഭിപ്രായവും പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ ആ മണി ഒന്ന് കിണി ഇപ്പം ഇവിടെ നടന്നോ ചെല്ലില്ലയോ, ആ ചെല്ലുന്ന സാധനം ഒന്ന് മെല്ലൊന്ന് തൊട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരോടും ബൈ.